ഓ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാവില്ല. ബിഗ് ബോസിൽ നിന്ന് പോകുമ്പോൾ ഒരു വിഷമം അത് ഉണ്ട്. അതല്ലാണ്ട് നമുക്ക് ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കാണാം. ഫൈനൽ എത്താറായി. അപ്പോൾ പിന്നെ ഫിനാലെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് കപ്പടിക്കുന്നത് എന്നുള്ള വെയിറ്റിങ്ങിലാണ് ഞാനിപ്പോൾ. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ. അടിക്കട്ടെ, യോഗ്യതയുള്ളവർ അടിക്കട്ടെ. അതെ ചേട്ടാ, കോമണർ ആയിട്ടാണ്. ബിഗ് ബോസ് അനുഭവം നമ്മളിപ്പോൾ ഒരു കണ്ട് വന്നൊരാളാണല്ലോ. ബിഗ് ബോസ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ വീട്ടിലിരുന്ന് കണ്ടൊരു വ്യക്തിയാണല്ലോ. അത് നമ്മൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് ഭയങ്കരമായിട്ട്. അതിന് കുറച്ചും കൂടി ഹൗസിനുള്ളിലാണെങ്കിലും ഇപ്പോൾ പുറത്ത് വന്നപ്പോൾ അവിടെ ഇവിടെയും കിട്ടുന്ന അക്സെപ്റ്റൻസ് എങ്ങനെയുണ്ട്? ഹൗസിൻ്റെ ഉള്ളിലും വ്യത്യാസങ്ങളുണ്ടാവില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഇത്ര വലിയ പ്ലാറ്റ്ഫോമാണ്. നമ്മളിപ്പോൾ ഇതിലേക്ക് വരുമ്പോഴും ഞാൻ ഇത്രയൊന്നും വിചാരിച്ചിട്ടില്ല ഞാനിങ്ങനെ ആവുന്നൊന്നും. പക്ഷേ അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ എത്തി. അതിനുള്ളിലുള്ള നിങ്ങൾക്ക് ഏറ്റവും ഒരു വിജയസാധ്യത ഉള്ള ഒരു ആളായിട്ട് കാണുന്ന ആരെയാണ്? വിജയസാധ്യത ഒന്നുമില്ല. എനിക്ക് എല്ലാവരും നന്നായി കളിക്കുന്ന പ്ലേയേഴ്സാണ്. എനിക്കങ്ങനെ സെപ്പറേറ്റ് ഒന്നും തോന്നിയില്ല. പക്ഷേ സിജോ ചേട്ടനും സായി ചേട്ടനൊക്കെ നമ്മളിപ്പോൾ ഒരു ചേട്ടൻ അനിയത്തി എന്നുള്ളൊരു നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ കാണാമല്ലോ. അപ്പോൾ ആരാണോ അതിന് യോഗ്യത ഉള്ളത് അവരടിക്കട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. നല്ല പ്ലെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നില്ലേ ഇവരൊരു മൈൻഡ് ഗെയിമറാണ്, ഇവരുടെ ബിഗ് ബോസ് കൃത്യമായി അങ്ങനെയൊന്നും എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മീൻസ് എൻ്റെ ഒരു ഇതിൽ തോന്നിയിട്ടില്ല. ഇപ്പോൾ പുറത്തായാലും ജാസ്മിനെ കുറിച്ച് ഒരുപാട് ബാഡായിട്ടുള്ളത് വരുമെങ്കിൽ പോലും അവർ ഗെയിമർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അവരെങ്ങനെയാണ്? അതൊക്കെ പിന്നെ അല്ല ഗെയിമർ നല്ല ആളാണ്. ഒക്കെ നമുക്ക് പേഴ്സണലി വ്യത്യസ്തമായിട്ട് അവർക്ക് കുറച്ച് സ്കിൽസ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? മറ്റേ ഒരു ഗെയിമിൻ്റെ കാര്യത്തിലായാലും അതെനിക്ക് അങ്ങനെ ഞാൻ പറയാൻ ചേട്ടാ എന്തായാലും സാവധാനം ഞാൻ പറയാം അതിനെ പറ്റിയിട്ടൊക്കെ. എനിക്ക് കുറച്ച് ഞാനിപ്പോൾ വന്നിട്ടുള്ളൂ, വന്നതിൻ്റെ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായി, സംഭവം മനസ്സിലായി. എന്താ കാരണം വെച്ചാൽ എനിക്ക് പറയാനും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കുറേ സ്ഥലങ്ങളിൽ പോകാണ്ട് അത് തന്നെ പെൻഡിങ് വെച്ചിരി അമ്മൂമ്മയൊക്കെ കാണാൻ കാത്തിരിക്കുകയാണ്. എന്നെ കൊച്ചുമോള് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിലാണ് നിൽക്കണം. ഞാൻ പോയിട്ടില്ല, അങ്ങോട്ട് നേരിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുള്ളൂ. വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ തിരിച്ച് പോകണം. ഇപ്പം ഈ പുറത്ത് ഒരു കാര്യം ചോദിക്കാം. ഞാൻ വീഡിയോസ് കണ്ടതിൻ്റെ റിയാക്ഷൻ വീഡിയോസ് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കാം. ഈ അനിയത്തിക്കുട്ടി പാസം എന്ന് പറഞ്ഞ് അനിയത്തിപ്രാവിന്റെ പാട്ടൊക്കെ പാടി ആളുകൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ എന്താ പറയാനുള്ളത്? എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ വീഡിയോസ് കാണുമ്പോൾ നല്ല എന്താ പറയാ നല്ല രസമുണ്ട് കാണാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആര് ട്രോളിയാലും എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ബിഗ് ബോസ് കാണുകയും കൂടി ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഞാൻ ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ചോദിച്ചല്ലോ നന്ദന ഗെയിം കളിച്ചോ? അപ്പോൾ മറ്റവർ രണ്ടുപേരും പറയുന്നത് സിജോയും സായും പറഞ്ഞു ഞങ്ങൾ നന്ദനയ്ക്കൊരു അവസരം ഒരുക്കി, ഒരു ഓപ്പണിങ്. പക്ഷെ പെട്ടെന്ന് നന്ദന മുഖം മാറുന്നുണ്ട്. അതായത് നന്ദനയ്ക്ക് അറിയാം നന്ദന നന്നായി കളിച്ചു തന്നെയാണ് അത് നേടിയത്. അപ്പോൾ പെട്ടെന്ന് അവരെ എതിർക്കാനും പറ്റില്ല. നന്ദനയ്ക്ക് എന്നാ നന്ദന കളിച്ചതെന്ന് അറിയുകയും ചെയ്യാം. ആ ഒരു പോയിന്റ് കിട്ടിയത്. അപ്പോൾ ആ ഒരു അനുഭവത്തെ പറ്റി ഇല്ല അവരുടെ അങ്ങനെ മീൻസ് അങ്ങനെ തോന്നിയോ? ചേട്ടൻ അങ്ങനെ തോന്നിയോ? അല്ല ഞാൻ കണ്ട കാര്യം ചോദിച്ചാ. അപ്പം അനുഭവിച്ച ആൾക്ക് എന്താണ് ചേട്ടന് തോന്നി അങ്ങനെ ഞാൻ നന്നായി കളിച്ചിട്ടില്ലെന്ന് ചേട്ടൻ പറ ഇല്ലേ? അതാണ് അതില് പോയിന്റ്. ഇല്ല ചേട്ടന്മാരല്ല, എന്റെ ചേട്ടന്മാരല്ല, അവര് പറഞ്ഞോട്ടെ. എന്റെ മുത്തുമണികളാണ് അവര്. അതെ അനിയത്തിക്കുട്ടിയാണ് ഞാൻ അവരുടെ. അനിയത്തിക്കുട്ടി ആവണ്ടേ? എനിക്ക് ഇപ്പൊ പുറത്തിറങ്ങിയാലോ അവർ രണ്ടാളും എന്റെ മനസ്സിലുണ്ട്. അതെ സുഹൃത്തുക്കളല്ല. ഞാൻ ആ ചേട്ടൻ അനിയത്തി ബോണ്ട് എപ്പോഴും ഇനി പുറത്തിറങ്ങിയാലോ ആ ബോണ്ട് ഉണ്ടാവും, ഉറപ്പാണ്.